ഒരു രോഗിയുടെ പല്ല് പരിശോധിക്കുകയായിരുന്നു ഒരാൾ. വിശദമായ പരിശോധനയ്ക്ക് ശേഷം അയാൾക്കൊന്നും കണ്ടെത്താനായില്ല. പല്ല് പൂർണ്ണമായിരുന്നു, ദ്വാരമില്ല, വീക്കമില്ല, എല്ലാം ശരിയാണ്. പക്ഷെ രോഗി ആവർത്തിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്നു. വേദനയുണ്ട്, വളരെ കഠിനമായ വേദന. പ്രശ്നം എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലായില്ല. അയാൾക്ക് സംശയം തോന്നി. എക്സ്റേ സൂക്ഷ്മമായി നോക്കി. പല്ലിന്റെ വേരിനടുത്ത് വെളുത്ത നിറത്തിലുള്ള മങ്ങിയ പാടുകളുണ്ടായിരുന്നു. പ്രതിഫലനത്തിന്റെയോ പ്രകാശത്തിന്റെയോ ഫലമായിരിക്കാം ഇതെന്ന് അയാൾ കരുതി. അങ്ങനെ അയാൾ രോഗിയോട് പറഞ്ഞു, എല്ലാം ശരിയാണ്, നിങ്ങൾ വീട്ടിൽ പോയി വിശ്രമിക്കൂ. വൈകുന്നേരം തന്റെ ക്ലിനിക്ക് അടയ്ക്കുമ്പോൾ സിങ്കിൽ ചില ചെറിയ പ്രാണികൾ കണ്ടു. അയാൾ ഞെട്ടിപ്പോയി. അയാൾ പെട്ടെന്ന് സിങ്കിന്റെ ഫിൽറ്റർ നീക്കം ചെയ്തു. ഫിൽറ്റർ മുഴുവൻ പ്രാണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അയാൾക്ക് വെറുപ്പ് തോന്നി. അയാൾ ഉടൻ തന്നെ ഫിൽറ്റർ എടുത്ത് ഡസ്റ്റ്ബിന്നിലേക്ക് എറിഞ്ഞു. എന്നാൽ ടാപ്പ് ഓണാക്കി കൈ കഴുകാൻ തുടങ്ങിയപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു കാര്യം മുഴങ്ങി. അയാൾ ഉടൻ തന്നെ ക്ലിനിക്കിനുള്ളിലേക്ക് ഓടി എക്സ്റേ വീണ്ടും സൂം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കണ്ടത് അതിശയിപ്പിക്കുന്നതായിരുന്നു. ആ വെളുത്ത നിഴലുകൾ യഥാർത്ഥത്തിൽ പുഴുക്കളായിരുന്നു. അവർ പല്ലിന്റെ വേരിൽ കയറിയിരുന്നു. ഇത് കണ്ട അയാൾ ഞെട്ടിപ്പോയി. ഇതുപോലൊന്നും അയാൾ മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ അയാൾ നേരെ ലൈബ്രറിയിലേക്ക് ഓടി പഴയ പുസ്തകങ്ങൾ മറിച്ചു നോക്കാൻ തുടങ്ങി. ഒരു നീണ്ട തിരച്ചിലിനു ശേഷം വളരെ പഴയ ഒരു പുസ്തകത്തിൽ നിന്ന് അയാൾ ഉത്തരം കണ്ടെത്തി. ഈ പുഴുക്കളെ ടൂത്ത് വേമുകൾ എന്ന് വിളിക്കുന്നു. ഈ പുഴുക്കൾ പല്ലുകൾക്ക് ചുറ്റും മുട്ടയിടുകയും പതുക്കെ ശരീരത്തിനുള്ളിൽ പടരുകയും ചെയ്യുന്നു. അവയ്ക്ക് തലച്ചോറിലേക്ക് പോലും എത്താൻ കഴിയും. ഇവ പഴയ ഏതോ ജീവശാസ്ത്ര പരീക്ഷണത്തിന്റെ ഫലമാണെന്ന് പറയപ്പെടുന്നു. നിർത്തലാക്കിയ ഒരു പരീക്ഷണം. അതിനുശേഷം ഈ പുഴുക്കളെ പിന്നീട് ഒരിക്കലും കണ്ടില്ല. ഇതെല്ലാം വായിച്ചപ്പോൾ ഡോക്ടർ ഭയന്നു. അതിനിടയിൽ ആശുപത്രിയിൽ നിന്നൊരു കോൾ വന്നു. അതേ രോഗി വീണ്ടും തിരിച്ചെത്തി. ഇത്തവണ അദ്ദേഹത്തിന്റെ വേദന കൂടുതലായിരുന്നു. ഇപ്പോൾ ഡോക്ടർ സത്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കുറച്ചുനേരം നിശബ്ദമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം ഗ്ലാസിൽ തട്ടി നഴ്സിനോട് പറഞ്ഞു, കയ്യുറകളും കണ്ണടകളും ധരിക്കൂ. ഈ കേസ് അല്പം ഗുരുതരമാണ്. പക്ഷെ നഴ്സ് അത് നിസ്സാരമായി എടുത്തു. അവൾ പറഞ്ഞു, വേഗം അകത്തേക്ക് പോകൂ, രോഗിയുടെ അവസ്ഥ മോശമാണ്. ഇപ്പോൾ ഡോക്ടർക്ക് മറ്റു മാർഗമില്ലായിരുന്നു. അദ്ദേഹം പെട്ടെന്നൊരു സംരക്ഷണ സ്യൂട്ട് ധരിച്ച് ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുത്തു. വിരകളെ നീക്കം ചെയ്യുന്നതിനായി രോഗിയുടെ മോണകൾ മുറിച്ചയുടനെ രോഗി വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. വാസ്തവത്തിൽ വിരകൾക്ക് അപകടം മനസ്സിലായി. ഇപ്പോൾ അവ തലച്ചോറിലേക്ക് വേഗത്തിൽ നീങ്ങാൻ തുടങ്ങി.